Guys, namaste. Welcome to Mallu Bro once again. എൻ്റെ ഒരു വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അതിനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് കേട്ടോ. ക്ലാരിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂ അത് പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും അപമാനിക്കാനോ അശ്ലീലം പറയാനോ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കത്തില്ല. അതിന് മറ്റുള്ള പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ. പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള ഇച്ചിരി ട്രോളും കാര്യങ്ങളൊക്കെ പറയും. ആദ്യം തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരോടാണ്. നിങ്ങളുടെ ദയനീയ അവസ്ഥ, കാരണം 10 വർഷത്തോളം ഭരണമില്ലാത്തതിൻ്റെ പേരിൽ നിരന്തരമായിട്ട് കരഞ്ഞ് 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 തളർന്ന കണ്ണുകളുമായിട്ട് പലരെയും കൂട്ടുപിടിച്ചു എങ്ങനെയൊക്കെയോ ഭരണത്തിൽ കയറിപ്പറ്റി. പക്ഷെ ഭരണം കിട്ടിയിട്ടും 2 മാസമായിട്ടും നിങ്ങൾക്ക് കരച്ചിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ തീർന്നില്ല എന്നറിയുമ്പോഴാണ് നമുക്കൊക്കെ ഇച്ചിരി സന്തോഷം. കാരണം നിരന്തരമായിട്ട് ഓവർ ടൈം പണിയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോടും പാർട്ടിയോടുമാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ അവസാന നാളുകൾക്കുള്ളിൽ പോവുകയാണെന്നുള്ളൊരു പ്രതീതി ജനങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു പ്രതിപക്ഷമായിട്ടാണ് നമുക്കൊക്കെ വിലയിരുത്താൻ പറ്റുന്നത്. പക്ഷേ ഒരു അണികളെ സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് അല്ലെങ്കിൽ ഒരു ഒരു അഗ്രസീവായിട്ടുള്ളൊരു പ്രതിപക്ഷത്തെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് വി.ഡി. സതീശൻ എന്നുള്ളൊരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ അല്ലെങ്കിൽ നുണകളും അതിശോക്തിയും നിറഞ്ഞ വി.ഡി. സതീശൻ എന്നുള്ള വ്യക്തിയുടെ വാക്സാമർത്ഥ്യത്തിന് മുന്നിൽ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സത്യമാണ്. അതൊന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, നമുക്കൊരു പാർട്ടി സെക്രട്ടറി ഉണ്ടോ എന്ന് അണികൾ ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി. പാർട്ടി സെക്രട്ടറിയുടെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു 2ാം നിര നേതൃനിരയുണ്ടോ എന്നുള്ളത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത് ഭരണത്തിൽ മികവുറ്റതായിരുന്നു, രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ പാർട്ടിയെ വിപുലീകരിക്കാനോ അല്ലെ പാർട്ടീൻ്റെ അടിത്തറയും അതിൻ്റെ 2ാം നിരയും ഒന്ന് സംഘടിപ്പിക്കാനോ മറന്നുപോയി. അതിൻ്റെ ഭവിഷ്യത്ത് നല്ല രീതിയിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ സഖാവ് കോടിയേരിയോ അല്ലെങ്കിൽ പിണറായി വിജയനോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും 1ാം നിര, 2ാം നിര, 3ാം നിര എന്നുള്ള 3 നിരകളിലായിട്ട് നേതാക്കളെ വാർത്തെടുത്തുകൊണ്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് 2ാം നിര എന്നൊക്കെ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഹീം, രാജേഷ്, സ്വരാജ്. അത് കഴിഞ്ഞൊരു 15 വർഷം മുന്നേ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം വന്ന ഒരു 2ാം നിരയോ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ളൊരു അഗ്രസീവായിട്ടുള്ള ഒരു നിരയോ പാർട്ടിക്കില്ല. ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്നുള്ളൊരു സുമേഷും ഒരു പ്രശാന്തും, മേയർ എന്നുള്ള രീതിയിൽ വളർന്നൊരു പ്രശാന്തും, അല്ലെങ്കിൽ അങ്ങനെ 1-2 വിരലിലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാർട്ടിക്ക് എപ്പോഴും സുരക്ഷിതമായിട്ടുള്ള ഒരു 2ാം നിര ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എസ്.എഫ്.ഐനെ നമ്മൾ ഇതിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഡിവൈഎഫ്ഐ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് അവർ ജസ്റ്റ് ഒരു ചാനൽ ചർച്ചകളിൽ വന്ന് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് പൊതിച്ചോറ് വിതരണത്തിന് മാത്രം ഹൈലൈറ്റ് ചെയ്തു പോകുന്ന ഒരു രീതി വന്നു. പിന്നെ റീൽസിനും സോഷ്യൽ മീഡിയ ലൈക്സിനും വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അവർ ആ സംസാര രീതിയൊക്കെ മാറി. അതൊക്കെ ജനങ്ങളിൽ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു പക്വതമായിട്ട് സംസാരിക്കുന്ന രാജേഷിനെ പോലെയോ സ്വരാജിനെ പോലെയോ അല്ലെങ്കിൽ സുനിൽകുമാറിനെ പോലെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള ബാലകുമാറിനെ പോലെയോ ഉള്ള ആൾക്കാരിന് പകരമായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു അഗ്രസീവ് ലൈനിലേക്ക് പോയി. പാർട്ടി അടിപൊളി മാറേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. നിയമസഭാ സമ്മേളനമൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ പാർട്ടി തളർന്നു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
പാർട്ടിയെ ഉത്തേജിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല, കേരള ജനതയുടെ ആവശ്യമാണ്. ഇപ്പോൾ പാർട്ടി മെമ്പേഴ്സ് മുതൽ പാർട്ടി സെക്രട്ടേറിയറ്റ് മുതൽ രണ്ടാം നിര, ലോക്കൽ എല്ലാ സ്ഥലത്തിലും നല്ല രീതിയിലുള്ള അഴിച്ചുപണിയും ഒരു യുവ നേതൃത്വം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, കാരണം കോൺഗ്രസ് ഭരണത്തിൻ്റെ രീതി എന്താണെന്ന് മനസ്സിലായി. ഒരു 102 പേരാണ് ജയിച്ചതെങ്കിലും 105 പേരായിട്ടാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അത് പാർട്ടി ശ്രദ്ധിക്കുന്നുള്ള വിശ്വാസത്തോടെ താങ്ക് യു.